എങ്ങനെയുണ്ട് അവൻ കിടുവല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബുള്ളറ്റിനെ കുറിച്ചിട്ടാണ്. ബുള്ളറ്റ് 350 സ്റ്റാൻഡേർഡ് 350നെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 5 വർഷത്തോളമായിട്ട് പഴക്കം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏകദേശം 5 വർഷത്തോളമായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് 350 എടുത്തിട്ട് നമുക്ക് പറയത്തക്ക കംപ്ലൈൻറ്റും കാര്യങ്ങളും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. പലരും റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് കംപ്ലൈൻ്റ് ആണെന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല വീഡിയോസിലൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതുവരെ അങ്ങനത്തെ മേജർ കംപ്ലൈൻറ്റുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ വൈബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. സ്ലോ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും വണ്ടി. ഒരു 40-50 നമുക്ക് ഒരു 5th ഗിയറിലൊക്കെ നമുക്ക് സുഖമായിട്ട് പോവാം. മറ്റ് ബുള്ളറ്റിൻ്റെ മറ്റ് മോഡലുകളെ അപേക്ഷിച്ചിട്ട് ക്രാങ്ക് വെയിറ്റ് കുറച്ചും കൂടുതലാണ് സ്റ്റാൻഡേർഡ് 350ക്ക്. നമുക്ക് ഈ 5 വർഷത്തിനിടയ്ക്ക് നമുക്ക് 2 ടയർ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് മാറിയിട്ടുണ്ട്. വേറെ ഒന്നും ഇതുവരെ റീപ്ലേസ് ചെയ്തിട്ടില്ല. ഏകദേശം ബാറ്ററി ഏകദേശം മാറാറായിട്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ബുള്ളറ്റ് ഏകദേശം 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഇത് കംപ്ലൈൻറ്റുകൾ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഏത് വണ്ടിയായാലും ബുള്ളറ്റ് മാത്രമല്ല, ഇപ്പോൾ ഏത് വണ്ടികളായാലും നമ്മൾ സർവീസ് കറക്റ്റായിട്ട് ചെയ്യണം. അതായത് ഓയിൽ ചേഞ്ച്, ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ നിർബന്ധമായിട്ടും അതിൻ്റെ പീരീഡിൽ നമ്മൾ ചേഞ്ച് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിലാണ് ഈ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. അത് ബുള്ളറ്റിന് മാത്രം പ്രശ്നമല്ല, ഏത് വണ്ടിയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ 5 വർഷത്തോളമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി കറക്റ്റ് 4,000 അല്ലെങ്കിൽ 4,500 കിലോമീറ്റർ കൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരു 5-6 മാസം കൂടുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ സർവീസ് ചെയ്യും. അതായത് ഓയിൽ ചേഞ്ച്, അതുപോലെ ഓയിൽ ഫിൽറ്റർ മാറും, ഓയിൽ ചേഞ്ച് ചെയ്യും. പിന്നെ എയർ ഫിൽറ്റർ മാറേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ചെയ്യും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സർവീസിന് 2,000-2,500 രൂപയാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. അപ്പോൾ വർഷത്തിൽ 1-2 തവണയിൽ നമുക്കത് അത്രയും ഈ കോസ്റ്റ് വരുന്നുള്ളൂ. 2 പ്രാവശ്യമൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുള്ളൂ ഓയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഏത് വണ്ടിയായാലും ആ ഒരു പീരീഡ് നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും ഓയിൽ ചേഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ, പുതിയ വണ്ടി എടുക്കുമ്പോൾ നമ്മളെ ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോറൂമിൽ പോയി ചെയ്യും കറക്റ്റായിട്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫ്രീ സർവീസ് കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ പീരീഡ് നോക്കിയിട്ട് നമ്മൾ അത് ഓയിൽ ചേഞ്ച് അതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ ഒരു ഓവറോൾ ചെക്കപ്പ് നടത്തുക ഒരു 6 മാസം കൂടുമ്പോൾ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ അത് ബുള്ളറ്റ് മാത്രമല്ല, ഏത് വണ്ടിയിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത്. അതുപോലെ ലോങ് യാത്രയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ തന്നെ നല്ലൊരു കംഫർട്ട് നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് 350 നമുക്ക് തരുന്നുണ്ട്. പുതിയ സ്റ്റാൻഡേർഡ് 350ൽ ഇപ്പോൾ ഡിസ്ക് ബ്രേക്കും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് 350ൽ 1-2 പോരായ്മകൾ തോന്നിയിട്ടുള്ളത്, ബ്രേക്കിങ് കുറച്ച് കുറവാണ്. അതുപോലെ ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇപ്പോൾ 2 കാര്യങ്ങൾ മറക്കാതെ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നിർബന്ധമായിട്ട് ഹെൽമെറ്റ് ധരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കൊറോണ കാലമാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കുക പുറത്ത് പോകുമ്പോൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ധരിക്കാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹെൽമെറ്റ് വയ്ക്കാതിരുന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.